ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിവിടെ നീർദോശയും ചെമ്മീനും ഉരുളൻകിഴങ്ങും കൂടിയുള്ള കറിയാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ നീർദോശ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വറുത്ത അരിപ്പൊടിയും 1/2 കപ്പ് മൈദയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു മീൻകറിയും നീർദോശയും റെഡിയാക്കി എടുത്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കണ്ടൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ തേങ്ങ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചെമ്മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടെ ഞാനിതാ തേങ്ങ അരച്ചിട്ട് നമ്മൾ കറി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒന്ന് നീർദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് റെഡി ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. അപ്പോൾ നമ്മൾ സാധാരണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ള മസാല ഇട്ടാം. അതിലേക്ക് 1 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള പുളി, ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും കൂടെ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതവിടെ ദോശ റെഡി. മൂടി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നീർദോശയിൽ മുട്ട ചേർക്കുന്നവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുട്ട ചേർക്കാറില്ല. ഇവിടെ ആർക്കും മുട്ടയുടെ സ്മെല്ല് പറ്റില്ല. അപ്പോൾ അത് കാരണം മുട്ട ചേർക്കാറില്ല. തേങ്ങയും ചുവന്നുള്ളി ചേർക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതാ നമ്മുടെ നീർദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നൈസായിട്ടുള്ളതാട്ടോ. തേങ്ങ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റാണിത്. അതാ നമ്മുടെ മീൻകറി, ചെമ്മീനും ഉരുളക്കിഴങ്ങും നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിതാ കുറച്ച് കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില ഇത്രയും ചേർത്ത് നമ്മൾ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരല്പം മുളക് പൊടിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതാ നമ്മുടെ ചായ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്.